ഹലോ ഹായ് എവരിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഈ സൺഫ്ലവർ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, ഞങ്ങൾ എവിടെയാണുള്ളത് എന്നുള്ളത്. യെസ്, ഞങ്ങളൊരു സൺഫ്ലവർ ഫാം കാണാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. വെക്കേഷൻ ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ കേട്ടോ. ഇവിടെ ഫ്രാങ്ക്ലിൻ ഫാം യാർഡ് എന്നാണ് ഇങ്ങോട്ട് പറയുക. ഇവിടെ സൺഫ്ലവർ ഫാം മാത്രമല്ല ഉള്ളത്, വേറെ കുറേ പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഫാം യാർഡുമാണ് ഇവിടെ, കുറച്ച് ആനിമൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടുന്ന് രാവിലെ ഏകദേശം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് വെയിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ വന്ന ഉടനെ തന്നെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ഇത് കൂടാണ്ട് തന്നെ നമുക്കൊരു ബട്ടർഫ്ലൈ ഹൗസും കൂടി കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് രണ്ടിനും കൂടി ഒരുമിച്ച് വേണം ടിക്കറ്റ് എടുക്കാം. ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു മണ്ടത്തരം ചെയ്തത് ഫസ്റ്റ് ഇവിടേക്കുള്ള ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ ബട്ടർഫ്ലൈ ഹൗസിൽ പോവാം എന്നായിരുന്നു ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. അത് ശരിക്കും മണ്ടത്തരായി പോയി. അതുകൊണ്ട് എന്തായി, ഒരു സൺഫ്ലവർ മേടിക്കാനുള്ള ക്യാഷ് അങ്ങോട്ട് പോയി കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഫസ്റ്റിനത് ഈ ഒരു ഗാർഡനാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി നേരിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. വീഡിയോ കൂടെ കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയതാണ് ഈ സൺഫ്ലവർ ഗാർഡനിലേക്കാണ്. ഇവിടെ വലിയൊരു ഫാം തന്നെയാണ് കേട്ടോ. ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സൺഫ്ലവർ ഗാർഡൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു സൺഫ്ലവർ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോവാം, പക്ഷേ ക്യാഷ് കൊടുക്കണം. ഏകദേശം ഒരു $5 $6 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ റേറ്റ് ഞാൻ മറന്നുപോയി. ഞങ്ങളെന്തായാലും കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. കാരണം കൊണ്ടുപോയിട്ട് കാര്യമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും സൺഫ്ലവർ കുറച്ച് കഴിഞ്ഞാൽ വാടും, പിന്നെ വെറുതെ വേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സൺഫ്ലവർ ഒന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം ഹൈറ്റിലാണ് കേട്ടോ ഈ സൺഫ്ലവർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രൈപോഡൊക്കെ വെച്ചിട്ടാണ് ഫുള്ള് കവർ ചെയ്ത് കാണിക്കുന്നത്. ഈ നടക്കുന്ന ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ടച്ച് ചെയ്തിട്ടും അതിൻ്റെ പെറ്റൽസൊക്കെ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഉള്ളോട്ടേക്കാണ് നല്ല ഭംഗി കാണാൻ. പിന്നെ പോകുന്ന വഴി ഇത് അതേപോലെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയതാ ഈ ഒരു ലാവൻഡറിൻ്റെ പോലെ തോന്നും, പക്ഷെ ലാവൻഡർ അല്ല, അതേപോലെയുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു വയലറ്റ് ഫ്ലവറായിട്ട്. എനിക്ക് തോന്നുന്നു സെൻട്രലായിട്ടാണ് ഈ ഒരു സൺഫ്ലവർ ഉള്ളത്. രണ്ട് സൈഡിലായിട്ട് വേറെ വേറെ ഫ്ലവേഴ്സ്. അത്യാവശ്യം വലിയൊരു ഗാർഡൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ്, നോക്ക് വലിയൊരു സൺഫ്ലവർ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പെറ്റൽസൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ സീഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല വലുതായിരുന്നു. പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമുക്കിങ്ങനെ ഹൈറ്റിൽ, അതായത് ഈ ഒരു സൺഫ്ലവർ ഫാം മൊത്തമായിട്ട് കവർ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹൈറ്റിൽ കയറിയിട്ട് കാണാം. അപ്പോൾ ഇതിൽ മോൾ കയറിയപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കണ്ട് ഇങ്ങനെ ഇറങ്ങി. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരക്കില്ലാത്ത ഏരിയയിലൂടെ അങ്ങനെ നടന്നു പോവുമായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലത്ത് തന്നെ ഇതേപോലെ ഹൈറ്റിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ കാണാനൊക്കെ വേണ്ടിയിട്ട് വേറൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അവിടെയും കയറി ഞങ്ങൾ ബാക്കിയുള്ള ഫോട്ടോസും വീഡിയോസും എടുത്തു. ഓരോ ഏരിയയിലായിട്ട് ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഏണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കയറിയിട്ട് ഇങ്ങനെ കാണാം. ഇത് നോക്കി എന്തൊരു രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അത്യാവശ്യം നന്നായിട്ട് വീഡിയോസൊക്കെ എടുത്തു. ഇനി നമുക്ക് വേറെ ഏരിയ ഉണ്ട്. നമുക്കിതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. ഇവിടെയുള്ള ഫ്ലവറിൻ്റെ പോലെയല്ല നമ്മളിനി അടുത്ത് പോകുന്ന ഫ്ലവർ എന്ന് പറഞ്ഞാൽ. ഇവിടെ അത്യാവശ്യം ഹൈറ്റിലാണ്. പിന്നെ ഈ ഫ്ലവർ ഭംഗിയുണ്ട്, പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് വേറൊരു ഏരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ഇവിടുന്ന് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ കുടയൊക്കെ ചൂടിയിരിക്കണം. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ വലിയൊരു മരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ തങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൺഫ്ലവർ ഇതൊരു വേറെ, അതായത് നടുക്കിൽ ഫുള്ളായിട്ട് ഒരു കാപ്പി കളറിൽ കേട്ടോ. ഇത് അത്യാവശ്യം ഹൈറ്റ് കുറവാണ്, പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പൂവ് ഉണ്ടാവുന്നേ ഉള്ളൂ. മുട്ടുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ തേനീച്ചകളൊക്കെ നന്നായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഫ്ലവർ കാണാൻ. ഏറെക്കുറെ എല്ലാവരും ഈ ഒരു ഫ്ലവറാണ് കട്ട് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അവിടെ സെയിലിന് വെക്കുന്നതും ഈ ഒരു തരം ഫ്ലവേഴ്സാണ് അധികം ആൾക്കാരും വാങ്ങിപ്പോകുന്നത്. അപ്പോൾ അത് കണ്ട് അതിൻ്റെ അടുത്തും ഈ ഒരു വയലറ്റ് കളറ് ചെടി ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നിറയെ തേനീച്ചകളാണ് കേട്ടോ എല്ലായിടത്തും ഉള്ളത്. കാരണം മൊത്തം ഫ്ലവേഴ്സാണല്ലോ എല്ലായിടത്തും.
അപ്പോൾ അതൊക്കെ കണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെ നല്ല ഹൈറ്റ് കുറവായിട്ടാണ് നിൽക്കുന്ന ഈ ഒരു ഫ്ലവർ. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എൻ്റെ ഏകദേശം കാലിൻ്റെ ആ ഒരു ഹൈറ്റിലാണ് ഈ ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളത് കേട്ടോ. അതൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതൊക്കെ മുട്ടുകളാണ്. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഹൈറ്റിൽ വീണ്ടും ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ അതാ നല്ല മഴമൂടലുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി തയ്യാറാവണം. അപ്പോൾ ഏകദേശം എല്ലായിടത്തുനിന്ന് റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ട്രക്ക് കണ്ടേ. അപ്പോൾ ആദ്യം അതിൽ കയറണം. അപ്പോൾ പിന്നെ അതിൽ കയറ്റിച്ച് കൊടുത്ത് പിന്നെ അവർ കുറച്ച് നേരം അതിൽ കളിക്കുമായിരുന്നു കേട്ടോ. ഇതൊക്കെ മെയിനായിട്ട് ഇവിടെ വെച്ചത് ഇതേപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ നിൽക്കുന്ന ഏരിയയിലും ഈ ഒരു ഫ്ലവർ കണ്ടോ, ഇതേ നേരത്തെ പറഞ്ഞ അതേപോലത്തെ ഫ്ലവറാണ്. ഇത് പക്ഷേ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. നടുക്കിൽ ഫുള്ളായിട്ട് ഒരു കാപ്പി കളറിൽ കേട്ടോ. അപ്പോൾ ആദ്യം പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ആൾക്കാർ ഇവിടുന്ന് വീഡിയോസും സെൽഫീസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു ഏരിയയിൽ നല്ല ഹൈറ്റ് ഉണ്ട്, ഒരു ഏരിയയിൽ ഹൈറ്റ് കുറവായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ സൺഫ്ലവർ ഗാർഡനിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വന്നത് എന്തായാലും വേസ്റ്റ് ആയില്ല, കണ്ടത് മുതലേ. കാരണം അത്രയ്ക്കും വലിയൊരു ഗാർഡൻ ആയിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ ഇവിടെ നിന്നാണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയില്ല, മക്കളൊക്കെ ഉള്ളവർക്ക് അറിയാം, വിചാരിച്ച പോലെയൊന്നും അവരെ കിട്ടില്ല. അവർ റെഡിയാകുമ്പോൾ ഞങ്ങൾ റെഡിയാവില്ല, ഞങ്ങൾ റെഡിയാകുമ്പോൾ അവർ റെഡിയാവില്ല. അങ്ങനെയൊക്കെയാണ്. ലാസ്റ്റ് ചേട്ടൻ ദേഷ്യം പിടിച്ച ചേട്ടൻ പിന്നെ മതി, ഇനി വീഡിയോ എടുക്കണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അങ്ങനെ ആദ്യം എൻ്റെ ഇടയിൽ കൂടെ ചേട്ടൻ പുറത്തേക്ക് കൊണ്ടുപോയി. അവൻ വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വരുമ്പോൾ തന്നെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം കണ്ടാൽ പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിക്കാണ്ടാവും പോവില്ല കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യം പൂവാണോ അല്ലെങ്കിൽ കായാണോ എന്താണെന്ന് വിചാരിച്ച് നോക്കി. അപ്പോഴാണ് ചെറിയൊരു പുഴൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. പിന്നെ മെല്ലെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു ഫാം യാർഡാണ്. അത്യാവശ്യം കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട്, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഇവിടെ ഓടിച്ചാടി നടക്കാനായിട്ട് വലിയൊരു എന്താ പറയുക, ഒരു ഗ്രൗണ്ട് പോലെ തന്നെയാണ് അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ആദൂന് ഐസ്ക്രീമൊക്കെ കിട്ടി. അപ്പോൾ അവൻ ഐസ്ക്രീമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഇതാണ് മെയിൻ വരുന്ന ഒരു എൻട്രൻസ് ഉള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്ക് ചിലപ്പോൾ ഇവിടെയൊക്കെ സൺഫ്ലവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെറുതായിട്ട് വളർന്ന് വരുന്നുണ്ട്. പിന്നെ ഈ 2 ചെയർ ഇതാ ഫോട്ടോസൊക്കെ എടുക്കാനാണ്. പിന്നെ അതിന് മുകളിലുള്ള ഈ ഒരു ഫ്ലവർ ആർട്ടിഫിഷ്യലാണ് കേട്ടോ, അത് ഒറിജിനല്ല. പിന്നെ ഈ ഒരു വണ്ടിയൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദൂന് ഇത് കണ്ടപ്പോൾ അതിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ അങ്ങനെ അവന് അതിൻ്റെ മുകളിൽ പിടിച്ച് കയറി കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെയാണല്ലോ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെറ്റപ്പുകളുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനത്തെ ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വേഗം പോയി അതൊക്കെ ഒന്ന് നോക്കും. ഭയങ്കര ആക്റ്റീവാണ് ഈ കാര്യത്തിലൊക്കെ. പക്ഷേ ഇടുന്നതൊന്നും കറക്റ്റല്ല. അവൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. ശരിക്കും ഒരൊറ്റ ഒരു ട്രേയിൽ ഒറ്റ ഒരു ഇതിൽ ഒരു കളർ അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഇവൻ കളർ മിക്സ് ചെയ്തും കൊണ്ടാണ് ഇടുന്നത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, അവരൊരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു ബാഗാണ് കേട്ടോ. അതിനുള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. അതിങ്ങനെ എറിഞ്ഞ് ആ ഒരു ഹോളിൽ കൂടെ ഉള്ളിലേക്ക് ഇടുക, അങ്ങനെയാണ്. അങ്ങനെ ആദ്യം അത് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേറൊരു ഏരിയയിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഫ്ലവർ. അതന്നെയാണ് തോന്നുന്നുണ്ട്. പക്ഷേ അത് ഫ്ലവർ ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ലീഫുണ്ട്. മറ്റോടത്തെന്ന് പറഞ്ഞാൽ ലീഫ് കാണലുണ്ടാവില്ല, ഫുൾ ഫ്ലവർ ചെയ്യുന്നു. ഇവിടെ ഏകദേശം സെറ്റായി വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അടുത്തനായിട്ട് ഇത് പിന്നെ ഒരു മഞ്ഞ കളർ പൂവുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടുന്ന് ഇങ്ങനെ പോരാൻ തോന്നില്ല നമുക്ക്. ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്ത് എത്ര മതിയാവില്ല. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം വന്നപ്പം തന്നെ കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ചാർജ് ഏകദേശം കുറവായിരുന്നു. പിന്നെ കാറിലെത്തി ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ബട്ടർഫ്ലൈ ഹൗസിലേക്കാണ്. അവിടേക്ക് പോകണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം അവിടെ അടയ്ക്കുമോ ഇനി നേരം മെഴുകുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും ഇവിടെ എത്തിയതല്ലേ, അപ്പോൾ അവിടെയും കൂടി കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും പാസ് എടുത്തിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതേപോലെ ഒരു കുട്ടി ട്രക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി ആദ്യം പിന്നെ ഈ കാണുന്നതാണ് ബട്ടർഫ്ലൈ ഹൗസ്. ഈ 2 എണ്ണം. ഇതിൻ്റെ ഉള്ളിൽ നിറയെ ബട്ടർഫ്ലൈസ് ആണ് ഉള്ളത് കേട്ടോ. അതിനുള്ളിൽ കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുകളിലും ഒക്കെ ആയിട്ട് ഫുള്ളായിട്ട് ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്ത് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാരണം സൺഫ്ലവർ
ഫാമിലേക്ക് വരുന്ന എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് പിന്നെ അവിടെ വരുന്നവരുണ്ട്, അവിടെ വന്നിട്ട് ഇവിടെ വരുന്നവരുണ്ട്. ഏകദേശം ഈ സൺഫ്ലവർ ഗാർഡനും ഈ ബട്ടർഫ്ലൈ ഹൗസും അടുത്തടുത്താണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്ത്, കാരണം ഫോണിൽ ചാർജ് കുറവായിരുന്നല്ലോ. അങ്ങനെ വണ്ടിയിൽ നിന്ന് കുറച്ച് ചാർജ് ചെയ്തിട്ടാണ് ബാക്കി വീഡിയോസൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ പേര് അതിനെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നോക്കിയപ്പോഴാണ് ഒരു കുട്ടി ഇത് അങ്ങനെ പിടിക്കാൻ നോക്കുകയാണ്, പക്ഷെ ഇത് കയ്യിലേക്ക് വരുന്നില്ല. അങ്ങനെ ആ കുട്ടി പോയി. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഈ ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ കോണിൻ്റെ ഫീൽഡും ഉണ്ടായിരുന്നു, അതേപോലെ പംകിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നിന്ന ഏരിയയിൽ കോൺ ഫീൽഡ് ഉണ്ട്, പക്ഷേ അവിടേക്ക് അലൗഡ് അല്ലായിരുന്നു, കാരണം അവിടെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ആരും വിട്ടിട്ടില്ല. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഒരു വേറെ സൈഡിലായിട്ടാണ് ഒരു വലിയൊരു കോൺഫീൽഡ് ഉണ്ടായിരുന്നു, അതേപോലെ പംകിനും ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് അവിടുന്ന് പിക്ക് ചെയ്യാം, എന്നിട്ട് ക്യാഷ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കുറേ ആൾക്കാർ അവിടുന്ന് പറിച്ച് കഴിക്കുന്നുണ്ട് പച്ചയ്ക്ക്. ഇവിടുത്തെ കോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്വീറ്റ് കോണാണ് കേട്ടോ കൂടുതലുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര അങ്ങനെ ഹാർഡായിട്ടുള്ള കോണല്ല, ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ പറിക്കണായിരുന്നു. പറിച്ചു കൊണ്ടുപോയതുകൊണ്ട് വളരെ കുറവായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും പറിച്ചിട്ടില്ല. ആ സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് വളരെ കുറവായതുകൊണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. എന്തായാലും കൂടുതൽ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സൺഫ്ലവർ ഫാമിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അപ്പോൾ വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.